നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അല്ലേ വേണ്ട പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. മുന്തിരിവള്ളികൾ തളിർത്തോ? എടാ നിന്നോട് ചോദിച്ച മുന്തിരിവള്ളികൾ തളിർത്തോന്ന്? ഇല്ല. ബൈബിളിൽ ഉത്തമഗീതകൾ മാത്രം വായിച്ചാ പോരാ, അവന്റെ ഒരു മുന്തിരിവള്ളി മാതളനാരങ്ങി. അല്ല ചോ, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളല്ലേ വായിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നീ എന്താ വായിക്കുന്നേ? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വായിക്കാറില്ല. താങ്ക് യു. അപ്പനും അമ്മയ്ക്കും മക്കളെ ദൈവദാസന്മാരാക്കിയാൽ മതിയെന്ന് നേർച്ച നേർന്നാ മതി. ഇവന്മാരെയൊക്കെ തിരുവസ്ത്രം പിടിപ്പിക്കേണ്ട പാടേ ഞങ്ങൾക്കേ അറിയൂ. കർത്താവേ, ഇവന്മാരുടെ മേലെ ഒരു കണ്ണ് വേണേ, എൻ്റെ മേലും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മീയ സമർപ്പണത്തെ കുറിച്ചാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ലൈംഗിക സമർപ്പണം. അയ്യോ പറയല്ലേ, ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. കയറി ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. വെള്ളം മിസ്സായ തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. എന്താണ് ലൈംഗിക സമർപ്പണം? മനുഷ്യന് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാവും. അതാണായാലും പെണ്ണായാലും വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കണം. അച്ചോ, ഈ വികാരവും വികാരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ അടുത്ത കാലത്ത് ചില ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വികാരങ്ങളെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർ വികാരം കൊള്ളും. അതുകൊള്ളു. പെണ്ണിന് പുരുഷനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അവളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആണിനിണയായിട്ടാണ്. അതുകൊണ്ട് അവളുടെ ശരീരഭാഗങ്ങൾ പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുരുഷന് ഇഷ്ടം തോന്നുന്ന വിധത്തിലുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു സുന്ദരിയായ പെൺകുട്ടി നിങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നതായി സങ്കല്പിക്കുക. ഇന്ന് കടുക്കാവെള്ളം കുറെ കൂടുതൽ വേണ്ടി വരും. കടുക്കാവെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കുടിക്കാതിരുന്നാലാ. പെൺകുട്ടിയുടെ നടപ്പിന് ഒരു പ്രത്യേക താളമുണ്ട്. ആ താളം പുരുഷനെ അവളിലേക്ക് ആകർഷിക്കും. ഒരു ഡൗട്ട്, ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഡൗട്ടുള്ളൂ അല്ലേടാ ജിമ്മി? എന്താ ഡൗട്ട് പറ. അല്ല, നമ്മുടെ സെമിനാരിയുടെ തെക്ക് ഭാഗത്തുള്ള ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഒരു സുന്ദരി ഇറങ്ങി വരുന്നതായി ഞങ്ങൾ സങ്കല്പിച്ചോട്ടെ. ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് തെക്കോട്ട് പോണോടാ? നമ്മള് എവിടെ പറഞ്ഞു നിർത്തിയേ? ഒരു പെണ്ണ് താളത്തിൽ നടന്നു വരുന്ന ഫാദർ. ആ താളം പുരുഷനെ അവളിലേക്ക് ആകർഷിക്കുന്നു ഫാദർ. എന്തൊരു ഓർമ്മ, എന്തൊരു ശുഷ്കാന്തി. അങ്ങനെ അവൾ നടന്നു വരുമ്പോൾ അവളെ ഒരു പാണ്ടിലോറി ഇടിച്ചു. ഇനി നമുക്ക് മോശയുടെ 10 കൽപ്പനകളെ കുറിച്ച് പഠിക്കാം. അത് മോശമല്ല ചോ. സ്റ്റീഫ, അതെന്താടാ മോശം? അല്ല, പാണ്ടിലോറി അവളുടെ മേത്ത് മുട്ടിയില്ലല്ലോ, ജസ്റ്റ് മിസ്സല്ലേ ആയുള്ളൂ. കർത്താവേ, ഇവന്മാരെ പോലുള്ളവർ കാരണം നമ്മുടെ മാർപ്പാപ്പ ക്ഷമ ചോദിച്ച് മടുത്തു. ഇവന്മാരിങ്ങനെ തുടങ്ങിയാൽ അങ്ങേർക്ക് ഈ സഭ പൂട്ടിക്കെട്ടേണ്ടി വരുമല്ലോ. ദേഷ്യത്തിലാണല്ലോ. വഴിയുണ്ട്. കർത്താവെ, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഉറക്കമുണരുന്നു. പകൽ മുഴുവൻ തിരുവചനങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നു. രാത്രിയിലെ കുരിശുവരെയും പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറേയില്ല. അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറയുന്ന പോലെ അല്ല, ഇത് ലാസ്റ്റ് ടൈമാ. ഇന്നത്തോടു കൂടി എല്ലാം ക്ലോസ്.
വല്ല CSI വാർത്തമേ വല്ല ആയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ പെണ്ണും കെട്ടി ഒറ്റടിക്ക് പിള്ളേരുടെ അച്ഛനും ആവാം, പള്ളിയിലെ അച്ഛനും ആവാം. ഒരു വെടിക്ക് 2 പക്ഷി. ഇത് ഒരുമാതിരി. ഞാൻ 3-4 മാസം മുമ്പ് നാട്ടിൽ പോയപ്പോഴാണ് എൻ്റെ ജൂനിയറായി പഠിച്ച ആൻസിയെ കാണുന്നത്. അവളിപ്പോൾ എൻ്റെ അപ്പൻ്റെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റ്. അടിപൊളി. ഇപ്പം നീ അവളെ ഒന്ന് കാണണം. നല്ല മച്ചിങ്ങ പരുവം. ഡാ, നീ ഇവിടെ ഒന്നുമല്ലേ? ആ, ഇന്നും നീ ആ സ്വപ്നം കണ്ടല്ലേ? മുന്തിരിവള്ളികളും മാതള നാരങ്ങയും. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ. എടാ, പടം പറയുന്ന കാലത്ത് ഈ ബധുവിനെ പറ്റി എൻ്റെ അച്ഛൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെയാണ്. അതെ, അതറിയാം. പക്ഷെ ആ സിനിമ എനിക്ക് തന്നൊരു ഫീൽ. നമുക്ക് വാർക്കാൻ മുന്തിരി തോപ്പുകൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ കത്തനാര് പണി എനിക്ക് പറഞ്ഞുള്ളതല്ല. ഏതോ ഒരു അജ്ഞാത സുന്ദരിയോട് അടങ്ങാനാവാത്തൊരു പ്രണയം. ആ, നീ എഴുതി വെച്ചിരുന്ന കവിതയുണ്ടല്ലോ, അത് ഞാനിങ്ങോട്ട് പൊക്കി വെച്ചാനേ. അതിന് ഞാനൊരു ട്യൂൺ ഇട്ടിട്ടുണ്ട്. ഒന്ന് പാടി നോക്കട്ടെ? പാടി കുളവാക്കോ? എന്താ? നീ നോക്കിക്കോ. ഓക്കെ. ദൂരെ ദൂരെ നിലാ തേടുന്നൊരാ മുഖം, ഈറന്നിലാവിലാകെയും മാതളപ്പൂമണം നനയുമീ വനികയിൽ തളിരിടും നീലതികയിൽ ഹൃദയമേ നീ പകരുമോ പ്രണയ സൗരഭം. ദൂരെ ദൂരെ നീലാ തേടുന്നൊരാ മുഖം, ഈറന്നിലാവിലാകെയും ഇവിടെ ഇരുന്ന് പാടാനൊന്നും പറ്റത്തില്ല. ഇറങ്ങി പോകാൻ നോക്ക്. അല്ല, നിന്റെ വീട്ടിൽ ഒന്ന് പാടോടാ. പോടാ വേണ്ടി. അയ്യോ, ബാറിലെ വെയിറ്റർമാർ ആവശ്യത്തിന് കൈവച്ചത് കാരണം ഞങ്ങളൊന്നും ചെയ്തില്ല. അതുമാത്രമല്ല, ഈ സെമിനാരിലെ കുഞ്ഞച്ചന്മാരാവുമ്പോ അച്ഛനോടുള്ള ബഹുമാനം അവർക്ക് ഞങ്ങൾ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്യാതെ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ട് പോന്നു. എന്ന് വെച്ച് ഇനി ആ കൺസിഡറേഷൻ കിട്ടില്ല കേട്ടാ. പിന്നൊരു കാര്യം, ബഹുമാനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇനി യുവന്മാർ ഇത്തരത്തിൽ വേല കാണിച്ചാ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യും. ന്യൂഡൽഹി സിനിമയിൽ ത്യാഗരാജനെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ കൊണ്ടുപോകുന്നതായി നിങ്ങൾക്ക് തോന്നി അല്ലേ? എങ്ങനെ മനസ്സിലായി? നീയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാമട ജിമ്മി. ഇനി നിങ്ങൾ എങ്ങനെ വിട്ടാ എനിക്ക് അത് തന്നെ സംഭവിക്കും. അത് ഞാൻ എന്നോടും ദൈവത്തോടും ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടയച്ചവർ തന്നെ വരും തിരികെ വിളിച്ചു കൊണ്ടുപോകാൻ. അത് ഞാൻ 3 പേരും പോവാൻ റെഡി ആയിക്കോ. അതെ, അതേ ചിരിക്കൊന്നും വേണ്ട. കേട്ടാലേ തിരിച്ചു പിടിച്ച് അകത്താക്കും. വണ്ടി വന്നു. കൊള്ളാം. അപ്പൊ ശരിയടാ. എന്നാടാ ഓക്കെടാ. അച്ഛനെ ശരി കളിയാ. മിസ് ചെയ്യടാ. ഇടയ്ക്ക് വിളിക്കണോട്ടാ. നമ്പർ പോലും ഇല്ല. ശരി, കാണാപ്പ. നമ്പർ ആയില്ലേ? വിളിക്കണോട്ടാ. ഓക്കെടാ. ആ പോയി. ഡാ, നീ ആൻസിയെ കാണുമല്ലേ? കാണും.
എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. എനിക്ക് എന്നാണോ എന്തോ ഇങ്ങനെയൊക്കെ. വരുവടാ, നിനക്കും വരും. അപ്പം വന്നിട്ടില്ല, പകരം ഡ്രൈവറെ വിട്ടെ. നമ്മളാളാ. ഓക്കെ, ബാഗ് എടുത്ത് വെച്ചോ. അപ്പം തന്നു വിട്ടതാ. എനിക്കത് ഇഷ്ടപ്പെട്ടു. കേരള സർക്കാർ മദ്യനയം പിൻവലിച്ചാൽ നമുക്ക് ഏതെങ്കിലും ബാറിൽ വെച്ച് കാണാം. ഓക്കെ അളിയാ, ബൈ. ബൈ. ബോബി, നിന്റെ അപ്പൻ ജോയിക്കുട്ടി ഒരുപാട് പ്രതീക്ഷകളോടെയല്ലേ നിന്നെ ഇവിടേക്ക് അയച്ചത്? അപ്പച്ചൻ കർത്താവിനെ പറഞ്ഞ് പറ്റിച്ചല്ലേ? സത്യം എനിക്കല്ലേ അറിയൂ. എന്തിയേ? B3-ലോട്ടാ. B3-ലെ ഞാൻ ജോയ്ക്കുട്ടിയുടെ മോനാ. ജോയിക്കുട്ടി സാറിന്റെ മോനോ? മോനെ അതിന് സൂസന്ന മേഡം കൊച്ചുകൂടി ഇല്ലല്ലോ. അവരങ്ങ് പത്തനംതിട്ടയിലും മേഡത്തിന്റെ വീട്ടിലോട്ട് പോയിരിക്കുക. താക്കോലാണെങ്കിൽ തന്നിട്ടില്ല. ജോയിക്കുട്ടി സാറിന്റെ ആദ്യത്തെ കെട്ടിട മോനല്ലേ? അല്ല, മോൻ പറഞ്ഞ വിവരം വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ 1-2 വട്ടം വിളിച്ചു നോക്കിയായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? സമയമാണെങ്കിൽ സന്ധ്യ ആവാറായി. ആ, മോടെ നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ.